പുണർദം നക്ഷത്രക്കാർക്ക് 2026 ജൂൺ 2 മുതൽ വ്യാഴം ജന്മത്തിലും ശനി 9-ലും രാഹു 8-ലും കേതു 2-ലും ആകയാൽ ആത്മീയമായിട്ടുള്ള ആ ഒരു വളർച്ച വളരെയേറെ കൂടുതലായിട്ടുള്ള വർഷമാണ്. ആത്മീയമായിട്ട് കുറച്ചൊക്കെ ഉള്ളുവെങ്കിലും അത് കൂടുതലായിട്ട് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകലും ആത്മീയത വർദ്ധിപ്പിക്കലും ആത്മീയ ചിന്തകളൊക്കെ നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഈ പുണർദം നക്ഷത്രക്കാർക്ക്. മിക്കവർക്കും പല വിധത്തിലുള്ള ചെലവുകൾ, അനാവശ്യ ചെലവുകൾ വന്നു ഭവിക്കുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളുടെയൊക്കെ സഹായങ്ങൾ കൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് തൊഴിലിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്നതാണ്. കർമ്മരംഗത്തുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ വെല്ലുവിളിക്കാനും അതുപോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് ധനസഹായമൊക്കെ ലഭിക്കുന്നതാണ്. ഉന്നതരായിട്ടുള്ള ആളുകളുടെ ഇടപെടലുകൾ മൂലം ചില വ്യക്തികൾക്ക് നേട്ടങ്ങൾ വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽശാലകളിലെ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. 2026 കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങളും അനുഗ്രഹമായിട്ടുള്ള ഒരു തരം അവസ്ഥകൾ, അതായത് ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഇതുമൂലം വന്നു ഭവിക്കുന്നുണ്ട്. മനോദുഃഖം ഉണ്ടാക്കുന്ന വാർത്തകൾ കുടുംബത്തിൽ നിന്ന് ശ്രവിക്കുന്നതാണ്. ഗുരുജന വിയോഗം മൂലം നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നതാണ്. 2026 പുതിയ നേട്ടങ്ങൾക്കായിട്ട് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് പുണർദം നക്ഷത്രക്കാര് ഹനുമാനെ ഭജിക്കുന്നതും അതുപോലെ തന്നെ ഹനുമാന് വെറ്റിലമാല, കുങ്കുമാർച്ചന ഇവയൊക്കെ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. നമസ്കാരം. 2026 പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്ക് 2026 പ്രൊഫഷണൽ രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല ഉയർച്ച വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരാണെങ്കിലും എഞ്ചിനീയർമാരാണെങ്കിലും അതുപോലെ തന്നെയുള്ള പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വക്കീലന്മാർക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് 2-4-3 വർഷങ്ങളായിട്ട് വളരെയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമായിരുന്നു പൂയ നക്ഷത്രക്കാർക്ക്. ധാരാളം വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയും ഒരു മാറ്റങ്ങളും വരവ് ചെലവുകളൊക്കെ തുല്യമായി പോകുന്ന ഒരു യോഗം കാണുന്നുണ്ട്.